ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി എം ഡി ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലൈമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഗ്ലോബൽ സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നും മിക്സഡ് ആണ്. ഏഷ്യൻ മാർക്കറ്റിൽ ജാപ്പനീസ് നിക്കായ് 225 ടോപ്പിസ് 2000 ഇൻഡെക്സ് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. ചൈനീസ് മാർക്കറ്റുകൾ മിക്സഡ് ആണ്. മറ്റ് മാർക്കറ്റുകളെല്ലാം തന്നെ മിക്സഡ് ട്രെൻഡിലാണെന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഹ്യൂജ് വൊളാട്ടിലിറ്റി തന്നെയാണ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വൊളാട്ടിലിറ്റി ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഇന്നലെ പ്രകടമായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റുകൾ മെജോറിറ്റി മാർക്കറ്റുകൾ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ വീക്കായിട്ടാണ് ഇന്നലേക്ക് ക്ലോസ് ചെയ്തിരുന്നത് എല്ലാ കമോഡിറ്റികളും. പക്ഷേ ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് $2353 പെർ ഔൺസിനാണ് ഓഗസ്റ്റ് ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് മോർണിംഗിൽ $2374 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. അതേ സിറ്റുവേഷൻ തന്നെയാണ് മറ്റെല്ലാ കമോഡിറ്റികൾക്കുള്ളത്. US GDP ഡാറ്റ വന്നിരുന്നു, ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആണ്. ഇത് വീണ്ടും മാർക്കറ്റിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. അടുത്ത ആഴ്ചയിൽ US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നുള്ള തീരുമാനം നീട്ടിവെക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വൊളാട്ടിലിറ്റിയും കൂടി അമേരിക്കൻ മാർക്കറ്റിലുണ്ട്. അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ മറ്റൊരു മേജർ ന്യൂസ് എന്ന് പറയുന്നത് ജൂലൈ 31 തന്നെയാണ് ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് സംബന്ധിച്ചുള്ള ഡിസിഷൻ വരാൻ പോകുന്നത്. ഇപ്പോഴത്തെ സെൻറ്റിമെൻറ്റ് വെച്ചിട്ട് ബാങ്ക് ഓഫ് ജപ്പാൻ ഇപ്പോഴത്തെ കറണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ലെവലിൽ നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനുള്ള ചാൻസസ് ആണ്. മാർച്ചിൽ -0.1 ആയിരുന്നു. മാർച്ചിൽ അവർ ചേഞ്ച് ചെയ്തിരുന്നു 0.0, അതുപോലെ തന്നെ 0.1% ആക്കിയിരുന്നു. അപ്പോൾ മാർച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ -0.1 ലോകത്തിലെ അവസാനത്തെ മൈനസ് ഇൻട്രസ്റ്റ് റേറ്റ് റെഗീമായിരുന്നു. അത് മാറ്റിയിരുന്നു. വീണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. പ്രത്യേകിച്ച് ജാപ്പനീസ് യെൻ 38 വർഷത്തെ ലോവർ ലെവൽ ഹിറ്റ് ചെയ്തിരുന്നു $. എഗൻസ്റ്റ് ആയിട്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലത്തെ റാലി സൂചിപ്പിക്കുന്ന വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ്. ഇപ്പോൾ 100-day മൂവിങ് ആവറേജിന് മുകളിലേക്ക് ജാപ്പനീസ് യെൻ മുന്നേറിയിരിക്കുകയാണ്. ഇത് സൂചിപ്പിക്കുന്നത് അടുത്ത ആഴ്ചയിൽ ഒരു പക്ഷേ ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്ന സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കുന്നതാണ്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ജാപ്പനീസ് യെൻ ക്യാരി ട്രേഡ് അൺവൈൻഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. $4 ട്രില്യൺ വർത്ത് യെന്നാണ് ഔട്ട്സൈഡ് മാർക്കറ്റുകളിൽ ജപ്പാൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ യെന്നൊക്കെ തിരിച്ച് ജാപ്പനീസ് മാർക്കറ്റിൽ ലോവർ ഇൻട്രസ്റ്റ് റേറ്റിൽ ബോറോ ചെയ്തിട്ടാണ് അവർ ഔട്ട്സൈഡ് മാർക്കറ്റുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ജപ്പാനിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇൻസ്റ്റിറ്റ്യൂഷന് ആ യെന്നുകളൊക്കെ തിരിച്ചു വാങ്ങേണ്ടി വരും, ബോറോ ഇത് തിരിച്ചടക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോഴാണ് യെൻ ക്യാരി ട്രേഡ് അൺവൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പൊതുവെ ജപ്പാന് പുറത്തുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ലിക്വിഡേറ്റ് ചെയ്യും. അതിൻ്റെ ഒരു ലിക്വിഡേഷൻ പ്രഷറും കൂടിയാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ ഗ്ലോബൽ മാർക്കറ്റുകൾ കാണുന്നത്. ഒപ്പം ജപ്പാനിൽ നല്ല രീതിയിലുള്ളൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇതുമൂലം ഉണ്ടായിട്ടുണ്ട്. കാരണം ജപ്പാനീസ് എക്കണോമി എക്സ്പോർട്ട് ഓറിയൻറ്റഡ് എക്കണോമിയാണ്. ഒട്ടുമിക്കവാറും എല്ലാ ഫേമുകളും എക്സ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ജാപ്പനീസ് യെൻ സ്ട്രെങ്തൻ ചെയ്യുകയാണെങ്കിൽ എക്സ്പോർട്ടിംഗ് കമ്പനികൾക്ക് നെഗറ്റീവ് ആയിരിക്കും. അതിൻ്റെ ഒരു ഇൻഡിക്കേഷനിലാണ് ജപ്പാനിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് മാർക്കറ്റ് ക്രാഷ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് ഓൾമോസ്റ്റ് സ്റ്റെബിലൈസ് ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസുകൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലും അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ അതിൻ്റേതായ വൊളാട്ടിലിറ്റി ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. ജാപ്പനീസ് മാർക്കറ്റിൻ്റെ പ്രൈസ് ടു ബുക്ക് വാല്യൂ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 0.88 times ആണ്. അതോടൊപ്പം തന്നെ ഒരു വർഷം മുമ്പ് ഇത് 0.66 times ആണ്. ടോപ്പിക്സ് 2000 ഇൻഡെക്സ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത് 17 പ്രൈസ് ഏർണിംഗ് റേഷ്യോയിൽ മാത്രമാണ്. അപ്പോൾ മറ്റു മാർക്കറ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജാപ്പനീസ് മാർക്കറ്റുകൾ സ്റ്റിൽ ലോവർ വാല്യുവേഷൻ തന്നെയാണ്. എന്നിരുന്നാലും ജാപ്പനീസ് യെൻ ക്യാരി ട്രേഡ് അതിൻ്റേതായ വൊളാട്ടിലിറ്റിയൊക്കെ ജാപ്പനീസ് മാർക്കറ്റിലും മറ്റു മാർക്കറ്റുകളിലൊക്കെ ഉണ്ടാക്കിയേക്കാം. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് കഴിഞ്ഞു, അതിനനുസരിച്ചുള്ള വൊളാട്ടിലിറ്റി മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് ബഡ്ജറ്റ് ഇമ്പാക്റ്റുകളെല്ലാം തന്നെ നെഗറ്റീവ് ഇമ്പാക്റ്റുകളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഡിസ്കൗണ്ടഡ് ആണ്. ഇനി Q1 റിസൾട്ടുകളും അതുപോലെ തന്നെ മറ്റ് റിഫോം റിലേറ്റഡ് അനൗൺസ്മെൻറ്റുകളാണ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഡിക്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ സെബി SME IPO സെഗ്മെൻറ്റും ടൈറ്റൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പുതുതായിട്ട് SME IPOയിലേക്ക് വരുന്ന കമ്പനികളെ സംബന്ധിച്ച് SME കമ്പനികളെ സംബന്ധിച്ച് ധാരാളം സ്ക്രൂട്ടിനി
കറക്ഷനൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് പൊതുവെ SME സെഗ്മെൻ്റ് ഒരു ടൈറ്റനിങ് മെഷറായിട്ടാണ് നമുക്ക് നോക്കി കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റിൽ ധാരാളം ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾ നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. നമ്മുടെ റെക്കമെൻഡഡ് സ്റ്റോക്കുകളായ പ്രോട്ടിയാൻ, അതുപോലെ തന്നെ കാംസ്, ഈ സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. ഒപ്പം സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ്, ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ പോസിറ്റീവ്ലി ഇമ്പാക്റ്റഡ് ആവാനാണ് ചാൻസസ് കൂടുതൽ. അപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ മാർക്കറ്റിൻ്റെ ലോവർ ലെവലിൽ നിന്ന് ഉള്ളൊരു റിക്കവറിയിൽ ഒരുപക്ഷെ ഏറ്റവും മുമ്പ് റിക്കവർ ചെയ്യാൻ ചാൻസസ് ഉള്ള സ്റ്റോക്കുകളാണ്. പ്രത്യേകിച്ച് ഗവൺമെൻറ്, അഗ്രികൾച്ചർ, ഇ-കോമേഴ്സ്, MSME സെഗ്മെൻറ്റിലൊക്കെ ആധാർ ബേസ്ഡ് വാലിഡേഷനൊക്കെ കമ്പൽസറി ആക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇൻഡസ് ടവർ ജൂലൈ 30 ബൈബാക്ക് അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ ക്രിട്ടിക്കൽ മിനറൽസ് പോളിസി ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തിട്ടുള്ളത് ഹിന്ദുസ്ഥാൻ സിങ്കും വേദാന്തിയൊക്കെ പറയുന്ന ഒരു അഗ്രസീവായിട്ട് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡഡ് ആവാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ രണ്ട് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇൻസ്പേസ്, ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെൻ്ററാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സാറ്റലൈറ്റുകൾ ഉണ്ടാക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും മോണിറ്റൈസ് ചെയ്യാനുള്ള ബിഡുകൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രംഗത്തുള്ള കമ്പനികൾ, സ്റ്റാർട്ടപ്പുകളാണ് കൂടുതൽ. അഗ്നികൂല, സ്കൈ റൂട്ട് എന്നുള്ള കമ്പനികളാണ് മുന്നിട്ടിരിക്കുന്നത്. അപ്പം ഇപ്പോൾ ലിസ്റ്റഡ് സ്പേസിലുള്ള കമ്പനികൾ ഭാരത് ഇലക്ട്രോണിക്സ്, HAL, അതുപോലെ തന്നെ ലിസ്റ്റഡ് അല്ലാത്ത ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ്, മഹീന്ദ്ര എയറോസ്പേസ്, ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവ്. ഒപ്പം സ്പേസ് റിലേറ്റഡ്, സാറ്റലൈറ്റ് റിലേറ്റഡ് കമ്പനികൾക്ക് സ്പേസ് സപ്ലൈ ചെയ്യുന്ന ലിസ്റ്റഡ് കമ്പനികളെ സംബന്ധിച്ചും ഈ ന്യൂസ് പോസിറ്റീവാണ്. മേജർ ബെനിഫിഷ്യറി എന്ത് തന്നെയായാലും വരുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ കമ്പനികൾക്കും ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ സ്പേസ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ന്യൂസ് വരുന്ന മാൻകൈൻഡ് ഫാർമ $1.6 ബില്യൺ ഭാരത് സെറം ആൻഡ് വാക്സിൻസ് ലിമിറ്റഡ് അക്വയർ ചെയ്തിരിക്കുകയാണ്. മാൻകൈൻഡിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. മറ്റൊരു മേജർ ന്യൂസ് വരുന്ന ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ റെയിൽവേ അക്വിസിഷനാണ്. ടെക്സ്മാക്കോ റെയിൽ ജിൻഡാൽ റെയിൽ ഇൻഫ്രാസ്ട്രക്ചറിനെ അക്വയർ ചെയ്തിരിക്കുകയാണ്. ജിൻഡാൽ റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഗുഡ്സ് റിലേറ്റഡ് സ്പെഷ്യാലിറ്റി വാഗൻസ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. തീർച്ചയായിട്ടും ടെക്സ്മാക്കോനെ സംബന്ധിച്ച് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒരു പക്ഷേ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് റെയിൽവേ വാഗൻ മാനുഫാക്ചറിങ് കമ്പനി ആയിട്ട് മാറാനുള്ള സാധ്യതയാണ് ഈ അക്വിസിഷനെ കൊണ്ട് കാണുന്നത്. ഒപ്പം റീസെൻ്റായിട്ട് ടെക്സ്മാക്കോ റെയിൽവേ ഇൻറ്റീരിയർ രംഗത്തുള്ളൊരു കമ്പനീനും കൂടി അക്വയർ ചെയ്തിരുന്നു. അപ്പോൾ ടെക്സ്മാക്കോനെ സംബന്ധിച്ച് റെയിൽവേ റിലേറ്റഡ് ഡെവലപ്മെൻ്റ് എല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസുകളാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ആണ് മാർക്കറ്റിലുള്ളത്. ഒപ്പം നമ്മൾ ഇന്നലെ കണ്ടു ലോവർ ലെവലിൽ നിന്ന് നല്ല രീതിയിലുള്ള റിക്കവറിയാണ് ഇന്ത്യൻ മാർക്കറ്റ് നടത്തിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള റിക്കവറി വീണ്ടും കാണാൻ കാരണം നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഫ്ലോസ് വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിലേക്ക്. ഒരുപക്ഷെ ഒരു റീഷഫ്ലിങ്ങും റിവ്യൂയിങ്ങും ഒക്കെ വന്നേക്കാം ബഡ്ജറ്റിന് ശേഷം. എന്നിരുന്നാലും വളരെ പ്രോമിസിങ് ആണ് നമ്മുടെ സിറ്റുവേഷൻ. ഗ്ലോബലി വലിയ രീതിയിലുള്ള വളാറ്റിലിറ്റി ഉണ്ടാക്കിയാൽ അതിൻ്റേതായൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നു മാത്രം. അപ്പോൾ തീർച്ചയായിട്ടും വളരെ കോഷ്യസ് ആയിട്ട് മൂവ് ചെയ്യുക. വളരെ പ്രോമിസിങ് ആയിട്ട് പിക്ചറാണ് ഇന്ത്യൻ എക്കണോമിക്കുള്ളത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് അത്തരത്തിൽ റിയാക്ഷൻ കാണിച്ചേക്കാം. പക്ഷെ വലിയൊരു ബിഗ് ബാങ് റാലിയൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല. Q1 റിസൾട്ട് റിലേറ്റഡ്, അതുപോലെ തന്നെ മറ്റ് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് റിലേറ്റഡ് മൂവ്മെൻ്റാണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാനിന്നത് പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.